ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകിട്ട് ചായ കൂടിയാണ്. സ്ഥിരം ഒന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ്. ചില ദിവസങ്ങൾ കുടിക്കും, ചില ദിവസങ്ങൾ കുടിക്കും. ചായ അല്ല കേട്ടോ, കടും കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത്. അതിൻ്റെ കൂടെ പിള്ളേർക്ക് വാങ്ങിച്ച കുഴലപ്പം ഞാൻ രണ്ടെണ്ണം ചുമ്മാണ്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കുഴലപ്പം. അങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ഒന്നുമല്ല. അപ്പോൾ ആരും ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ സ്കൂളിൽ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴി അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചിക്കൻ വാങ്ങിക്കണം, ബിരിയാണി വെക്കണം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അത് കുറേ പണിയുണ്ടല്ലോ, ഇനി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ ആയിട്ട് കഴിക്കണം, അപ്പോഴത്തേക്ക് ആ കൊതിയെല്ലാം അങ്ങ് പോവല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തേക്ക് അങ്ങനെ കറികളൊക്കെ അങ്ങനെ ഇല്ല. ഇതും തലേന്നത്തെ ബീഫൊക്കെ ഏകദേശം ചട്ടിയൊക്കെ പഠിക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മുന്തിരിക്കൊല അങ്ങനെ വലുതായി വരുന്നത്, അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഈ പറമ്പിലോട്ട് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിനി കപ്പ വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. കപ്പ വീഴുന്നത് കപ്പയും മീൻകറിയും കഴിക്കാം എന്ന് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ കപ്പ വീഴാൻ വേണ്ടി പോവാം കേട്ടോ. ഒരു മൂട് കപ്പ ഞങ്ങളിപ്പോൾ 3-4 ദിവസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ അതിൻ്റെ പീസായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് അങ്ങനെ വേവിക്കും കേട്ടോ. അത് വലിയ കപ്പയാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമുക്ക് 4 പേർക്ക് കഴിക്കാനും പിന്നെ കുറച്ച് അധികവും കാണും. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അത്ര വലുതാണ്. അപ്പോൾ നമ്മുടെ കോഴിപ്പിള്ളേരെയൊക്കെ തുറന്നു കണ്ടോ, വൈകിട്ട് സമയമാകുമ്പോൾ അവർക്ക് ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കണം, ഇല്ലാത്തണം. അപ്പോൾ പാറു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി കുട്ടുവിനെ തോണ്ടി വിളിക്കുകയാണ്. അവൻ ചുമ്മാ കിടക്കുകയാണ്, അവനെ ഇങ്ങനെ ചൊറിയുന്ന ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കപ്പ അങ്ങനെ നിൽക്കുന്നു. ഇതിനുമേൽ ഞാൻ ഇനിയൊരു മൽപ്പിടുത്തം തന്നെ നടത്തണം. ഇതിങ്ങനെ എളുപ്പമാണ് പിഴാൻ വേണ്ടി കേട്ടോ. പക്ഷെ മൊത്തം പിഴുതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അധികമാകും. കുറച്ച് ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോൾ ഇത് കറുത്ത് പോയിട്ട് കൊള്ളാതെ. അപ്പോൾ ഓരോന്നോരോന്ന് ആവശ്യത്തിന് മാത്രം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറത്തൊക്കെയോ കിടക്കുന്നുണ്ട്, അതൊക്കെ പുറത്ത് മാറ്റുകയാണ്. വീഡിയോയ്ക്ക് ഒരു ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ഈ തോണ്ടുന്നത് ഒരിടത്തും ഇതിൻ്റെ ചീനി എടുക്കുന്നത് വേറൊരിടത്തും ഒന്നുണ്ട്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കേനെ അറിയാൻ മതി. ഡാൻസ് കളിക്കുന്ന അവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന ആളാ. ആ ഇച്ചിരിയും കൂടെ ഇങ്ങോട്ട് വാ പാറുന്നേ. നീ അവിടെ നിൽക്കാനാണോ നിന്നെ? ഇത് മതിയായിരുന്നു. അവിടെ വെക്കും. ബാക്കി നമുക്ക് മണ്ണിട്ട് വീണ്ടും വെക്കാം. കാരണം നമുക്ക് നീ വേണ്ടപ്പോൾ എടുക്കാം. ബാക്കി നമ്മള് ഈ ചീനി തീരുമ്പോ അടുത്ത നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് ചീനി പിഴും. ഇതിപ്പോ 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഓരോ കഷ്ണം എടുത്ത് വേവിക്കും. ആവശ്യമുള്ളപ്പോൾ വന്ന് മാന്തത് എടുക്കും. ഇതും കൂടെ ഉള്ളു. അതും കൂടെ നമുക്കുള്ളല്ലേ. പിന്നെ കപ്പയൊക്കെ പൊളിച്ച് നമ്മൾ അരിയാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുകയും പാറിനോട് ആയിട്ട് ചർച്ച ചെയ്യുകയാണ്. നമുക്ക് കാക്കനാട് ചന്തയിൽ പോയി മീൻ വാങ്ങിക്കണം. നമ്മുടെ ഇവിടെ അടുത്തൊരു മീൻ മാർക്കറ്റ് പോലെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവിടെ പോയി വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കണം. കാക്കനാട് ചന്തയിൽ പോയി മീൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെട്ടിയൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോവല്ലോ. അപ്പോൾ കാശി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്നൊന്നും. അപ്പോൾ അത്രയും സമയം നമ്മൾ പിന്നെ അവന് താക്കോല് കൊണ്ട് കൊടുക്കാനും ഒക്കെ പോകണം. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് എന്തായാലും ചീനി വേവിക്കാൻ വെക്കാം. പിന്നെ നമുക്ക് മീനെക്കുറിച്ച് ആലോചിക്കാമെന്ന് വെച്ചിട്ട് ചീനിയൊക്കെ ചെറപറാന്ന് വെട്ടി അരിഞ്ഞൊക്കെ എടുക്കുകയാണ് കേട്ടോ. പാറു ക്യാമറാമാനാണ്. അതിൻ്റെ ഒരു പോരായ്മയൊക്കെ വീഡിയോയിൽ കാണും കേട്ടോ. പാറു ഇങ്ങനെ ഇട്ട് ഷെയ്ക്ക് ചെയ്തൊക്കെ ആണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ തൽക്കാലം നമുക്ക് അവൾ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. വഴക്ക് പറഞ്ഞ ആൾ അന്നേരം ഇട്ടിട്ടു. പിന്നെ ചീനിയൊക്കെ നമ്മൾ വേവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ഇനി മീൻ വാങ്ങിക്കാൻ പോവാം കേട്ടോ. നമുക്ക് മേനാത്തേരിലാണ് അടുത്ത് മീൻ വാങ്ങിക്കാൻ പോവാം. അവിടെ പോവാം, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം, നമുക്ക് കറിയൊക്കെ വെക്കാം. എൻ്റെ വീടും പൂട്ടി ഞാനും പാറും കൂടെ ഇറങ്ങാം കേട്ടോ. പോകുന്ന വഴിക്ക് കാശിയുടെ ട്യൂഷനിൻ്റെ അവിടോട്ട് കൊണ്ട് അവന് താക്കോലൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം അവനിപ്പോൾ ട്യൂഷൻ വിടുന്ന സമയമായി. അങ്ങനെ നമുക്ക് പോയി വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ പോയ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ, അതൊക്കെ ഒരു സുന്ദരി ഇരിക്കുന്നതുകൊണ്ട് സുന്ദരിയുടെ മോനാണ് കേട്ടോ. മിക്കവാറും ഉള്ളത് പാറു എപ്പോഴും ചെന്നിട്ട് തൊടുകയൊക്കെ ചെയ്യും കേട്ടോ. അവൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അവിടെ മോനെ തൊടുന്നത്. ചെറിയ
ഞാൻ ഏറ്റവും വലുത് എടുക്കാം. അതിന്റെ അകം കണ്ടോ? സൂപ്പർ. നമ്മള് കാടമുട്ട പുഴുങ്ങാനിടുക. ഇഷ്ടംപോലെ കാടമുട്ട തിന്നാ. ഇപ്പം കാശ് കൊടുത്ത് മേടിച്ച് തിന്നുന്നില്ല. 10 ഉള്ളു പാറു. നമ്മള് വെക്കുന്നതോ? അന്ന് 10 വെച്ചായിരുന്നു വിൽക്കുന്നത്. മൊത്തം ഇട്, എല്ലാവർക്കും. ആ ചേട്ടനും കൊടുക്കാം. പൊട്ടിപ്പോ അങ്ങനെ ഇടാതെ ഓരോന്നും എടുത്തിട്. സുഷമയായിട്ടാണോ ഇടുന്നത്? എന്തുവാ? ഞങ്ങൾ ചീനിയൊക്കെ വേവാൻ വെച്ചിട്ടാണ് കേട്ടോ മീൻ വാങ്ങിക്കാൻ പോയത്. മീൻ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്ക് ചീനിയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാടമുട്ടയെ കൂട്ടത്തിൽ വാങ്ങിച്ച് പാറു പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പച്ചക്കറി വാങ്ങിക്കാൻ കയറിയപ്പോൾ അവൾക്ക് കാടമുട്ട വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഡാൻസൊക്കെയാണ് ഈ കണ്ടത്. അത് കാടമുട്ട കഴിക്കുമ്പോൾ എന്താണെന്നറിയില്ല, കൊച്ചിന് ഭയങ്കര സന്തോഷമാണ്. നൊസ്റ്റാൾജിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അരപ്പൊക്കെ പെട്ടെന്ന് തന്നെ ചതച്ചിട്ട്, കാരണം മിക്സിയിൽ അരയ്ക്കാൻ നോക്കിയപ്പോൾ കറണ്ട് രാവിലെ എങ്ങാണ്ട് പോയതാണ് കേട്ടോ. വൈകിട്ടായിട്ടും കറണ്ട് വന്നിട്ടില്ല. ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലിട്ട്, എന്നിട്ട് പിന്നെ തിരിച്ച് ഞാൻ കല്ലിലിട്ട് ചതച്ചിട്ട് കേട്ടോ. പെട്ടെന്നാണ് ഈ കല്ലിലിട്ട് ചതയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ വലിയ റിസ്ക് ഒന്നുമില്ല. മറ്റേ നമ്മൾ ഇടികല്ലാകുമ്പം ഇത്തിരി കൂടെ അത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് തട്ടിക്കൊടുക്കാം. തിന്നങ്ങാണം പൊളിച്ച് തിന്നുമോ? അയലയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ എളുപ്പത്തിന് അയല വാങ്ങിച്ചതാണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അയലയാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അത് കറി വെക്കാം. വലിയ പാടില്ലല്ലോ വെട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ ഇനിയും ആ കൂട്ടത്തിൽ കുറച്ച് ഞാൻ മോരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചീനിയും മോരും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻകറിയും മോരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ പുളിയുള്ള മോര് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ചേട്ടന് പുളിയില്ലാത്ത മോര് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പുളിയുള്ള മോരാകുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് പുളിയില്ലെങ്കിലും നല്ല ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോര് കറി വെച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ വന്ന് മീൻ മാത്രം കറി വെച്ചാൽ മതിയല്ലോ. ചീനിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് കുറച്ച് കുറവായിരുന്നു. അതാണ് വൈകിട്ട് ചീനി ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ എനിക്ക് വന്നത്. ഇനി ചോറ് വെക്കാനുള്ള മടി കൊണ്ടാണ്. മടി തന്നെയല്ല, പിറ്റേന്നത്തേക്ക് തിളപ്പിച്ചൂറ്റി കഴിക്കുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. ഈ ചോറൊന്നും അങ്ങനെ ചൂടാക്കി കഴിക്കുന്നത്. പിന്നെ മീനൊക്കെ നമ്മൾ വെട്ടിയെടുത്ത് മസാലയൊക്കെ വാട്ടി അങ്ങനെ മീൻ കറി സെറ്റാക്കിയിട്ടുണ്ട്. മീൻ കറി റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ കാശ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവന് കുറച്ച് ബീഫിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും കഴിക്കാനുള്ളതുണ്ട്. അപ്പം അങ്ങനെ അവൻ അതിനും മോരുമൊക്കെ ആയിട്ട് എടുക്കുകയാണ് കഴിക്കാൻ. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നെ എടുക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ മാത്രം എടുക്കുന്നില്ല. അങ്ങനെ മോരുമൊക്കെ ഒഴിച്ച് ആശാന് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും ചട്ടിയും കുറച്ച് സംഭവങ്ങളും പാറുവിന് വെച്ചിട്ടുണ്ട് കേട്ടോ. പാറു വൈകിട്ട് അതിന്മേലാണ് ഉരുളിയൊക്കെ ആയിട്ട് ഒരു പിടി പിടിക്കും. അതിനകത്തിട്ട് കഴിക്കുന്നതൊക്കെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ കൂട്ടാണ് കേട്ടോ. മോളും അച്ഛനും ഇങ്ങനെ ചട്ടിയിൽ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അയിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അയിലൊന്നും വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു ബിരിയാണി കൊതി ഇതാ കപ്പയും മീൻകറിയിലായി വന്ന് നിൽക്കുന്നു. അങ്ങനെ കപ്പയും മീൻകറിയും മോരുകറിയും ഒക്കെ റെഡിയായി. നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് മൃഷ്ടാന്നം ഫുഡ് കഴിക്കണം. അതിന് 7:30 ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാണ് 8:30 കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.